പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജൂൺ മാസം 21-ാം തീയതി എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. എൻ്റെ വിലാപത്തെ നൃത്തമാക്കിയ ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 30-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഒളിപ്പിച്ചിരിക്കുന്നു. പ്രിയരെ, വളരെ ശക്തമായ ഒരു വചനമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തിരിക്കുന്നു. പ്രിയരെ, എപ്പോഴാണ് നമ്മുടെ വിലാപം നൃത്തമായി തീർന്നത്? ഹല്ലേലൂയ. നാളുകളായി ഞാനും നിങ്ങളും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക്, നാളുകളായി ദൈവസന്നിധിയിൽ ചില വിഷയങ്ങൾക്ക് മറുപടിക്കായി കാത്തിരുന്നവർക്ക് വേണ്ടി ദൈവം മറുപടി തരുമ്പോൾ ഇതാ വിലാപം നൃത്തമായി തീരുകയാണ്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ചിലവർക്ക് പ്രവചന ശബ്ദമായി ഇത് ഏറ്റെടുക്കാം. എൻ്റെ വിലാപത്തെ അവൻ നൃത്തമാക്കാൻ പോകുന്നു. ഇന്നത്തെ ദിവസം എൻ്റെ ആൻസറിൻ്റെ ദിവസമാണ്. ഹല്ലേലൂയ. എൻ്റെ കണ്ണിൽ നിന്ന് എൻ്റെ കർത്താവ് കണ്ണുനീര് തുടയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ നോക്കണമേ, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം നാം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ എന്നേക്കുമായി വിടുവിച്ച ദൈവത്തെ അവർ നൃത്തം ചെയ്ത് ആരാധിച്ച് സ്തുതിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തത്തോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. 21-ാമത്തെ വാക്യം. മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, അവൻ മഹോന്നതൻ, കുതിരയെയും അതിൻ്റെ മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. പ്രവാചകിയായ മിരിയാമിനോടൊത്ത് അവിടുത്തെ സ്ത്രീകളെല്ലാം ഇപ്പോൾ തപ്പെടുത്ത് നൃത്തം ചെയ്ത് വലിയ ആരാധന നടക്കുകയാണ്. അറിയുക, അവരുടെ കണ്ണുനീരിനെ ദൈവം നൃത്തമാക്കി. അവർ ഭയങ്കര സന്തോഷത്തിലായി. എന്തുകൊണ്ടെന്നറിയാമോ? 430 വർഷം അടിമകളായിരുന്നു. ഒരു രീതിയിലും അവർക്കൊരു ദിവസം പോലും സന്തോഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു രീതിയിൽ പോലും അവർക്കൊന്ന് ചിരിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. കാരണം അവരെന്നും കരഞ്ഞുകൊണ്ടും ഞെരുങ്ങിയും വിലാപത്തോടും കൂടെ ആയിരുന്നു. എന്നാൽ അവരുടെ സ്ഥിതിക്ക് ഇതാ ദൈവം മാറ്റം കൊടുത്തിരിക്കുകയാണ്. മിരിയാമും അവരുടെ കൂടെയുണ്ടായിരുന്ന സഹോദരിമാരെല്ലാം ഇപ്പോൾ നൃത്തം ചെയ്യുകയാണ്. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയ സന്തോഷം തന്നിരിക്കുന്നു, വലിയ അടയാളം ചെയ്തിരിക്കുന്നു. വിശ്വസിക്കാമോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവർക്ക് വേണ്ടിയും ഇതേപോലെ ദൈവം വലിയ അടയാളങ്ങൾ ചെയ്യാൻ പോവുകയാണ്, വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇസ്രായേൽ മക്കളുടെ കഴിവോ മിടുക്കോ അല്ല, അവരെ വിളിച്ച ദൈവം അവരെ സ്ഥിതിക്ക് മാറ്റം കൊടുക്കുകയാണ്. വിശ്വാസത്തിൽ ഇന്ന് ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം തരാൻ പോകുന്നു. ഒരു ഭൂപടത്തിലും ഒരു പ്രവാചകൻ പറയാത്ത ചെങ്കടലിന്റെ വഴി അവർക്കന്ന് ദൈവം തുറന്നു കൊടുത്തു. അത് തുറന്നു കൊടുത്ത് അവർ അക്കരെ കയറുക മാത്രമല്ല, അവരുടെ ശത്രുവിനെ ആ ചെങ്കടലിൽ ദൈവം എന്നേക്കുമായി അവസാനിപ്പിച്ചു. ഇന്ന് ആരോടൊക്കെയോ ദൈവം വ്യക്തമായി പറയാണ്, എന്നേക്കുമായി ചില വിടുതലുകൾ, എന്നേക്കുമായി ചില വഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഇതാ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവം. ഹല്ലേലൂയ.
സ്ഥിതി മാറുമ്പോഴാണ്, നമ്മുടെ വിഷയങ്ങൾക്ക് മാറ്റം വരുമ്പോഴാണ് നമുക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷവും ആരാധനയും നാം ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ നിയമത്തിലെ ഒരു ഭാഗം കാണാൻ കഴിയും. ഈ സമയത്ത് തന്നെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു ഭാഗം കൂടെ ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം നാം ശ്രദ്ധിച്ചു നോക്കിയാൽ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ ചിലവർ ദിനം പ്രതി ചുമന്നുകൊണ്ടുവന്ന് ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ ഭിക്ഷ യാചിക്കുവാൻ ഇരുത്തുമായിരുന്നു. ഇതാ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി കടക്കുമ്പോൾ പത്രോസിന്റെ കരത്തിലൂടെ വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല, എനിക്കുള്ളതിന് ഞാൻ നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവന്റെ കരത്തിൽ പിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അല്ലെങ്കിൽ അവൻ അത്ഭുതമായ വിടുതലാണ് സംഭവിക്കുന്നത്. അതിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. എന്നെ കേൾക്കുന്നവരെ, അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ആ മനുഷ്യന് എത്ര വയസ്സുള്ളതെന്ന് ചോദിച്ചാൽ 4-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു അവന് 40-ലധികം വയസ്സുണ്ടായിരുന്നു. 40 വർഷം തൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് താൻ ഭിക്ഷ യാചിക്കുമ്പോഴൊക്കെ തനിക്ക് ഭിക്ഷ കൊടുത്തിട്ട് അനേകർ ആ ആലയത്തിൽ അകത്ത് കയറി ആരാധനയിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവന് മാത്രം അതിനകത്തോട്ട് പ്രവേശിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവന് സൗഖ്യം കിട്ടിയപ്പോൾ അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധനയ്ക്കകത്തേക്ക് അല്ലെങ്കിൽ ആലയത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. സ്ഥിതി മാറിയാൽ ഞാനും നിങ്ങളും തുള്ളിയും ചാടിയും ആരാധിക്കുകയും ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോവുകയാണ്. ചിലവരെ ദൈവം സൗഖ്യമാക്കാൻ പോവുകയാണ്. ചിലവർക്ക് ദൈവം നാളുകളായിട്ടുള്ള വിഷയത്തിനകത്ത് ദൈവം മറുപടി കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർത്തിരിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുകയും നാളുകളായി ഞങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി തരികയും ചെയ്യാണ്. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കിയിരിക്കുന്നതിനായി നന്ദി. കർത്താവേ, എന്നെ കാണുന്ന ഓരോ മക്കളെയും ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഒരത്ഭുതത്തിന്റെ പ്രഭാതമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.